ചൈന രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന അമേരിക്കൻ ആരോപണങ്ങളെ തള്ളി ചൈന തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം അവകാശവാദങ്ങൾ പൂർണ്ണമായും നുണകളാണെന്നും സ്വന്തം ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ഒഴിവ് കഴിവായി US അവ ഉപയോഗിക്കുകയാണെന്നും ചൈന ഗുരുതര ആരോപണവും ഉന്നയിച്ചു. വെള്ളിയാഴ്ച ജനീവയിൽ നടന്ന UN നിരായുധീകരണ സമ്മേളനത്തിൽ US അന്താരാഷ്ട്ര സുരക്ഷാ സെക്രട്ടറി തോമസ് ഡിനാനോ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് ചൈനയുടെ പ്രസ്താവന. 2020 ജൂൺ 22 ചൈന രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതായും അവർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നുമായിരുന്നു ഡിനാനോയുടെ ആരോപണം. USന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും നുണയുമാണ്. സ്വന്തമായി ആണവ പരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനുള്ള ഒഴിവ് കഴിവുകൾ കണ്ടെത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ ചൈന നിഷേധിക്കുന്നു. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും യുണൈറ്റഡ് സ്റ്റേറ്റിനോട് ചൈന ആവശ്യപ്പെട്ടു. റഷ്യയ്ക്കും ചൈനയ്ക്കും തത്തുല്യമായി US ആണവ പരീക്ഷണം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള പരീക്ഷണം പുനരാരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം ആയുധശേഖരവും ചൈന വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണെന്നാണ് US തങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. റഷ്യയും ചൈനയെയും ഉൾപ്പെടുത്തി പുതിയൊരു ത്രികക്ഷി ആണവ കരാർ രൂപീകരിക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് കാലാവധി അവസാനിച്ചു. ഇതോടെ ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിന് തുടക്കമാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. അതേസമയം ഈ ഘട്ടത്തിൽ നിരായുധീകരണ ചർച്ചകളിൽ പങ്കുചേരാൻ പദ്ധതിയിടുന്നില്ല എന്ന് ചൈന ആവർത്തിക്കുന്നുമുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മറ്റ് ആണവായുധ രാജ്യങ്ങളെയും ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് റഷ്യ നിർദ്ദേശിച്ചത്. ആണവായുധ നിയന്ത്രണം എന്നത് ഇനി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വിഷയം മാത്രമായി തുടരാനാവില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സ്ഥിരത ഉറപ്പാക്കാൻ മറ്റ് രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ചൈനയ്ക്ക് അതിൽ വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020 ഗൽവാനിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ ചൈന ആണവ പരീക്ഷണ സ്ഫോടനം നടത്തിയതായാണ് റിപ്പോർട്ട്. US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ തോമസ് ജി ഡിനാനോ ആണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഗാൽവാൻ ഏറ്റുമുട്ടലിന് പിന്നാലെ ഒരാഴ്ച കഴിഞ്ഞായിരുന്നു ചൈനയുടെ ആണവ പരീക്ഷണം. ഇത് അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ലംഘനമാണെന്നും ആരോപണമുണ്ട്. 100 കണക്കിന് ടൺ വരുന്ന ആണവ സ്ഫോടകാത്മക പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ചൈന നടത്തിയിട്ടുണ്ടെന്നും തോമസ് ജി ഡിനാനോ പറഞ്ഞു. ഭൂകമ്പ നിരീക്ഷണത്തിന്റെ ഫലപ്രാപ്തി പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈന രഹസ്യ ആണവ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള സിൻജിയാങ് മേഖലയിലെ ലോപ്നൂർ ആണവ കേന്ദ്രത്തിലാകാം പരീക്ഷണം നടത്തിയതെന്നാണ് USന്റെ അനുമാനം. 2020 മെയ് 5 പാങ്കോങ് തടാക തീരത്ത് ചൈനീസ് സേന കടന്നു കയറിയതോടെയാണ് സംഘർഷം തുടങ്ങിയത്. ജൂൺ 15 ഗൽവാനിലെ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ചൈനയുടെ ആൾനഷ്ടം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തലുകളൊന്നും ഉണ്ടായിട്ടില്ലായെങ്കിലും ഇന്ത്യയേക്കാൾ കൂടുതൽ നഷ്ടം ഉണ്ടായി എന്നാണ് രാജ്യാന്തര റിപ്പോർട്ടുകൾ പറയുന്നത്. ആണിതറച്ച ബേസ്ബോൾ ബാറ്റും ഇരുമ്പ് കമ്പി ചുറ്റിയ ദണ്ഡുമായാണ് ചൈനീസ് സൈനികർ ആക്രമിക്കാനെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.